ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നില്ലേ? എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് ഇടണം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഏതൊക്കെ യാൺസാണ്, എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഓരോ പ്രോജക്റ്റിനും ഏതൊക്കെ യാൺസ് ഉപയോഗിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് അക്ലിക് യാൺസ് ആണ്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം അതിൻ്റെ ഡ്യൂറബിലിറ്റി. ഇത് ഒരുപാട് കാലം ഒട്ടും കേടുവരാതെ ഇങ്ങനെ നിൽക്കും. അതാണ് മെയിനായിട്ട് ഞാനത് ഉപയോഗിക്കാൻ കാരണം. പിന്നെ വളരെ കളർഫുള്ളായിട്ട് എല്ലാ കളേഴ്സും നമുക്ക് മൾട്ടി കളർ വേണമെങ്കിലും ഒക്കെ നമുക്ക് അതിൽ കിട്ടും. അതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് അല്ലേ, ഓരോ ഇഷ്ടങ്ങളല്ലേ. കോട്ടൺ യാൺസ് എനിക്കൊരു കുറച്ചൊരു ഫെയ്ഡായ പോലെ അങ്ങനെ അല്ല അതിൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. ക്ലിക്ക് യാൺസ് ഉപയോഗിക്കാൻ മെയിൻ കാരണം എന്താ വെച്ചാൽ അത് ഒരുപാട് കാലം ഇങ്ങനെ നിൽക്കും, ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് നമ്മൾ അതിനെ എങ്ങനെ ഉപയോഗിച്ചാലും അത് കേടുവരില്ല. അതാണ് മെയിനായിട്ട്. കോട്ടൺ ഒന്നും അത്ര അല്ലാന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഞാൻ കോട്ടൺ നല്ല ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള ഫ്രോക്കോ ഷൂ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കോട്ടൺ യാൺസ് ഉപയോഗിക്കാം. അതാണ് നല്ലത്, കുട്ടികൾക്ക് കംഫർട്ടബിൾ ആവുക അതായിരിക്കും. ഞാൻ അക്ലിക്ക് ഞാൻ ഒരുപാട് വർഷമായി ഇത് ചെയ്തു തുടങ്ങിയിട്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇത് ചെയ്തു തുടങ്ങിയത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഇതെങ്ങനെയാ ചെയ്തു തുടങ്ങിയത്, എപ്പോഴൊക്കെ ചെയ്തു തുടങ്ങി, ഏതൊക്കെ യാൺസ് ഉപയോഗിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആൻസർ പറയാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എപ്പോൾ ചെയ്തു തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. 8th പഠിക്കുമ്പോൾ ഗേൾസ് മാത്രമുള്ള സ്കൂളാണ്, കോൺവെൻറ്റ് സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ സിസ്റ്റർ ജസ്റ്റീന ആണ് ഞങ്ങൾക്കിത് വർക്ക് എക്സ്പീരിയൻസ് പീരീഡ് എന്ന് പറഞ്ഞിട്ടൊരു പീരീഡ് ഉണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. ഈ ചെറിയ ടവലും അങ്ങനെയുള്ള ക്രോസ് സ്റ്റിച്ച് അങ്ങനെയുള്ള സ്റ്റിച്ചസ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നിറ്റിങ്, 2 നീഡിൽ വെച്ചിട്ടുള്ള നിറ്റിങ് ഉണ്ട്, ക്രോഷ്യ ഉണ്ട്, അങ്ങനെ പല ഇതുണ്ടായിരുന്നു, പപ്പറ്റ് മേക്കിംഗ്. അപ്പോൾ ഞാനതിൽ സെലക്ട് ചെയ്ത് ക്രോഷ്യോ പഠിക്കാനാണ്. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ ആ സിസ്റ്റർ വാങ്ങിച്ചു തന്നിട്ടുള്ള നീഡിലാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ ഒട്ടുമിക്ക പ്രോജക്റ്റുകളും ചെയ്തിട്ടുള്ളത്. ഈ അടുത്ത കാലം വരയ്ക്ക്, ഒരു വർഷം മുന്നേ വരയ്ക്കെന്ന് പറയാം. ഞാൻ ഇത് മാത്രം യൂസ് ചെയ്തിട്ടാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരുന്നത്. ഇത് ഞാൻ അന്ന് തൊട്ട്, ഞാൻ 8th പഠിക്കുമ്പോൾ തൊട്ട് ഒരു 36 വർഷം മുന്നേ സ്കൂളിൽ പഠിക്കുമ്പോൾ 8th പഠിക്കുമ്പോൾ ഇത് വാങ്ങിയതാണ്. അന്ന് സിസ്റ്റർ തന്നിട്ടുള്ളതാണ്. അതന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഇതാ ഒരു ടേബിൾ മാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അത് ഈ ഹുക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതാ പറഞ്ഞത്, ഞാൻ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ഈ ഹുക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ് എനിക്ക്. പണ്ടത്തെ ഒരു ക്രോഷ്യാതിൻ്റെ മുകളിൽ സൈസൊന്നും കാര്യമായിട്ട് എഴുതി കാണാനില്ല. അതോ ഞാൻ മാഞ്ഞു പോയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മറ്റ് നീഡിൽസ് നോക്കുമ്പോൾ ആ ഹുക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു 3.5 mm തന്നെയാണ് തോന്നുന്നത്. ഇതിൻ്റെ മുകളിൽ വേറെ സൈസൊന്നും കാണാനില്ല. അപ്പം അങ്ങനെ ആ 8th ഞാനിത് പഠിച്ച് വന്ന് പിന്നീട് ഓരോ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഇത് ചെയ്യുന്ന ഇതുകൊണ്ട് ഇഷ്ടം കൊണ്ടായിരിക്കാം. എവിടെ ചെന്നാലും ആദ്യം കണ്ണിൽ പെടുക ഈ ക്രോഷ്യ വർക്ക് എവിടെയെങ്കിലും ചെയ്തു വെച്ചിട്ടുള്ള, ചിലപ്പോൾ ഒരു ടീപ്പോയിലിട്ട ഒരു ചെറിയ എന്തെങ്കിലും ആയിരിക്കും, മാറ്റായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പം ഇത് എവിടെ കണ്ടാലും നമ്മുടെ കണ്ണിൽ ആദ്യം ശ്രദ്ധയിൽ പെടുക ഇത്തരം സാധനങ്ങളാണ്. അപ്പോൾ അവിടെ അടുത്ത് ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കി ചോദിക്കും. ആരെങ്കിലും ചേച്ചിയോ അമ്മ അവിടുത്തെ ആൻറ്റിമാർ ആരെങ്കിലും ഇത് ഉണ്ടാക്കുന്നവർ ആയിരിക്കും. അപ്പോൾ അവർ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരും. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ചെറിയൊരു മോഡൽ അതിൻ്റെ ഉണ്ടാക്കിയിട്ട് പോരും. അന്നൊന്നും ഇങ്ങനെ യൂട്യൂബോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ മോഡൽ ഉണ്ടാക്കിയിട്ട് ഞാൻ കയ്യിൽ വെക്കും. ഞാൻ പിന്നെ അപ്പോൾ വന്നിട്ട് അപ്പം തന്നെ അത് ഉണ്ടാക്കുകയൊന്നുമില്ല. നമുക്ക് വേറെ കുട്ടികളും
ഫാമിലിയും ഒക്കെ ആയിട്ടുള്ള ഒരു തിരക്കില് അതവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഈ ഹുക്കും ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്ത് തന്നെ അതും ആ ഒരു മോഡല് കൊണ്ടുവന്ന് വെക്കും. പിന്നെ എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോഴോ യാൺസ് വാങ്ങിക്കുമ്പോഴോ ഒക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അന്നും ഈ പറഞ്ഞ പോലെ യാൺസ് ഒന്നും നമുക്ക് ഇങ്ങനെ ഓൺലൈനിലൊന്നും കിട്ടുന്നില്ല. ഒക്കെ സ്റ്റേഷനറീസ് എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുന്നതാണ്. അതില് നമ്മൾ നല്ലത് നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കുക, അത്രേ ഇപ്പം അന്നൊക്കെ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ ഓരോ വർക്കുകളും ചെയ്തെടുത്ത് ഇതുവരെ എത്തിയെന്ന് പറയാം. അപ്പൊ ഞാൻ എൻ്റെ കുട്ടികൾക്ക് തന്നെയാണ് ആദ്യം ഓരോ സാധനങ്ങൾ, കുട്ടികൾക്കും എനിക്കും ഒക്കെ പോഞ്ചോ, ഷോള്, അങ്ങനെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞാനിത് ഉണ്ടാക്കി ഇപ്പോൾ വാട്സപ്പും ഗ്രൂപ്പും അങ്ങനെയൊക്കെ ആയി വന്നു നോക്കുമ്പോൾ ഉണ്ടാക്കിയ സാധനങ്ങളിലെ ഫോട്ടോ ഇടുമ്പോഴൊക്കെയാണ് ഫ്രണ്ട്സൊക്കെ നന്നായിട്ടുണ്ട്, നന്നായി ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയാണ് ഈ സ്റ്റോൾ ഇടുക എന്നുള്ള YWCയിൽ ഞാൻ സ്റ്റോൾ ഇടുന്നത്, അങ്ങനെയാണ് അതിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ ഇത് ചെറുപ്പത്തിൽ പഠിച്ചതാണെങ്കിലും ഇതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് എപ്പോഴും ഇത്തരം ക്രോഷ്യോ വർക്കുകൾ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്കതിൻ്റെ ആ ഒരു നീറ്റ്നെസ്സും പെർഫെക്ഷനും ഒക്കെ വരുന്നത്. ഇപ്പൊ എങ്ങനെ ചെയ്താലും നമുക്കത് വളരെ കറക്റ്റായിട്ടാവും വരും. അപ്പൊ അതുകൊണ്ടാണ് പറയണത്, ഇത് ക്രോഷ്യോ പഠിക്കുന്നവര് എപ്പോഴും കൂടുതൽ അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ഓരോ സ്റ്റിച്ചസും കറക്റ്റായിട്ട് വരുള്ളൂ. ഇതുപോലെ ഒട്ടും ഞെളിച്ചലും പിരിച്ചലും ഒന്നും ഇല്ലാണ്ട് കറക്റ്റായി വരണമെന്നുണ്ടെങ്കിൽ നമ്മളത് അത്രയും നന്നായി പ്രാക്ടീസ് ചെയ്യാൻ വേണം. ക്രോഷ്യോ ക്രേസ് ആയവരടുത്ത് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവരത് എപ്പോഴും സമയം കിട്ടുമ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ സ്റ്റിച്ചസും എല്ലാ സ്റ്റിച്ചും നമുക്ക് സെയിം സൈസിൽ തന്നെ വരും. അല്ലെങ്കിൽ അത്രയും പ്രാക്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സെയിം സൈസിലൊന്നും കിട്ടില്ല. കണ്ടോ, അപ്പോൾ ഇതെല്ലാം ഒരേ സൈസിലാണ് എടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് സൂക്ഷിച്ച് നോക്കി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരും. എല്ലാ സ്റ്റിച്ചും സെയിം സൈസിൽ തന്നെ നമുക്ക് കിട്ടും. അതായത് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന യാൺസ് ഏതൊക്കെ പ്രൊജക്റ്റിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ടും എല്ലാവരും ഉപയോഗിക്കാറുള്ളത് അക്ലിക് യാൺ തന്നെയാണ്. അത് ഓരോ കമ്പനിയുടെ ഞാൻ ആമസോണിൽ നിന്നാണ് കൂടുതലും വാങ്ങിക്കുക. പിന്നെ മാജിക് നീഡിൽസിന് അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. പിന്നെ ആമസോണിൻ്റെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന ഒലീവിയാണ്. അപ്പോൾ ഒലീവിയ യാൺസ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് കിട്ടും. ഇതിൻ്റെ എല്ലാ കളേഴ്സും ആയിട്ടുള്ളത് വരും. അതുപോലെ ഇത് ഡിസയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇത് രണ്ടും അതെ, ഒരു പാക്കറ്റിൽ 2 എണ്ണം അങ്ങനെയായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ചില സമയത്തൊക്കെ ഇത് ഒരു ബോളായിട്ടും കിട്ടാറുണ്ട്. ഞാൻ വാങ്ങിയപ്പോ കിട്ടിയത് ഒരു പാക്കറ്റില് 2 എണ്ണമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഡിസയർ, രണ്ടും ഒരുപോലെ തന്നെയാണ്. രണ്ട് കമ്പനിയുടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇതിന് കുറച്ചും കൂടി അത്ര സോഫ്റ്റ് അല്ല, ഇതിന് അത്ര സോഫ്റ്റ് അല്ല തോന്നും. കുഴപ്പമില്ല, രണ്ടും നല്ല തന്നെയാണ്, ത്രെഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാറ്റിനും ഹാറ്റിനാണെങ്കിലും ഷോള്, പോഞ്ചോ, പിന്നെ കാർഡിഗൻ, ഇതിനെല്ലാം ഞാൻ അക്ലിക് യാൺസ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതിന് മാത്രം കോട്ടൺ യാൺസ് ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ മെയിനായിട്ട് ഇത് ഒരുപാട് കാലം ഇത് നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഇത് അക്ലിക് യാൺസ് ഉപയോഗിക്കാൻ കാരണം നമ്മളിത് നമ്മുടെ കാലം കഴിഞ്ഞാലും ഇതിനൊന്നും യാതൊരു കേടും വരില്ല. അത്രയും ആ ഒരു പഴയ ആ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെ ഇരിക്കും, കേടുവരൊന്നുമില്ല. എങ്ങാനും എവിടെയെങ്കിലും ഒന്ന് കൊളുത്തി വലിച്ച് നൂല് പൊട്ടിയാലേ ഉള്ളൂ. അപ്പോഴും നമുക്കതൊന്ന് ഇപ്പൊ തയ്ക്കൽ അറിയാത്ത ആൾക്കാരാണെങ്കിലും അതൊന്ന് പിടിച്ച് കൂട്ടി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നും അറിയൊന്നുമില്ല. ഞാൻ എൻ്റെ മോൾക്ക് ഞാൻ അതിന്റെ ഫോട്ടോ അതിൽ ആഡ് ചെയ്യാം കേട്ടോ. മോൾക്ക് ചെറുപ്പത്തില് ഒരു 4-5 വയസ്സുള്ളപ്പോൾ 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഉണ്ടാക്കി കൊടുത്തൊരു പോഞ്ചോ, പല സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ പോഞ്ചോ എന്ന് പറയുന്ന സംഗതി ഇപ്പോഴും അവള് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഒരു 20-22 വർഷത്തിന് ശേഷം മോളെപ്പോഴും അത് യൂസ് ചെയ്യുന്ന സാധനം. അപ്പൊ അതിന് ഒരു കേട് വന്നിട്ടില്ല. അതാ പറയണ, അക്ലിക് യാൺസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് നശിപ്പിച്ചാൽ മാത്രമേ സാധനം നശിച്ചു പോകുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് കാലം കളറിനൊന്നും ഫെയ്ഡ് ആവാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് ഞാൻ അക്രിലിക് യാണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് യൂസ് ചെയ്തിട്ട് അതിന് ഒരു ഇപ്പൊ ചൂടുള്ള പാത്രങ്ങളും ഒക്കെ വെക്കുമ്പോൾ ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ ഇതും ഒരു 20 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് ഞാൻ ഇത് ചെയ്തെടുത്തിട്ട്.
അപ്പൊ നോക്കൂ, ഇത് കളറിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ അതാ പറഞ്ഞത്, അതാണ് അക്രിലിക് യാൺ ഉപയോഗിക്കുക. അപ്പൊ ഞാൻ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് അക്രിലിക് യാൺ തന്നെയാണ്. പിന്നെ നമുക്ക് ഓരോ സാധനങ്ങളും ബാഗോ അല്ലെങ്കിൽ ഹെയർ ടോപ്പ്, നമ്മൾ ഒരാൾ നമ്മുടെ അടുത്ത് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിക്കുക, ഉണ്ടാക്കി കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് റെഫറൻസ് പിക്ക് ചോദിക്കുക. അപ്പോൾ അവർ അതിന്റെ പിക്ക് ഇട്ട് തരുമ്പോൾ നമുക്കതിൽ കാണാം ഏത് തരം യാണാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പേഴ്സ് ആയിക്കോട്ടെ, ഹാറ്റ് ആയിക്കോട്ടെ, ബാഗ്, എന്തിനും അതിൽ യൂസ് ചെയ്തിട്ടുള്ള. ഇപ്പോൾ ചിലപ്പോൾ ടീഷർട്ട് യാണായിരിക്കും ബാഗ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ കോട്ടൺ യാൺസ് ആയിരിക്കാം. അപ്പൊ അവരുടെ റെഫറൻസ് നമ്മൾ തരുന്നതിനനുസരിച്ച് നമ്മൾ യാൺ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുക ഏതാണ് കൂടുതൽ വേണ്ടത് നിങ്ങൾക്ക് ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിക്സ് ഒക്കെ ഇപ്പോൾ പിൻട്രസ്റ്റിനും ഒക്കെ ആയിട്ട് കിട്ടില്ലേ, അപ്പൊ അത് എടുത്തിട്ട് കാണിച്ചു കൊടുത്താൽ മതി ഏതാണ് ഏതാ വേണ്ടത്. അപ്പൊ അവരൊരു പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കാണുന്നതാണ് ഇതാണ് യൂസ് ചെയ്തിരിക്കണേ, ഈ ആണാണ് യൂസ് ചെയ്തിരിക്കണേ. അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളും നോക്കിയിട്ട് പറയാം. അപ്പൊ അതിന് മാജിക് നീഡിൽസ്, ആമസോൺ, ഇതിൽ രണ്ടിലും മെയിൻ ആയിട്ട് നമുക്ക് ഒരുവിധം എല്ലാ യാൺസും നമുക്ക് കിട്ടും. മാജിക് നീഡിൽസിൽ ഞാൻ ബാഗിന് വേണ്ടിയിട്ടുള്ളതും ടീഷർട്ട് യാണ്, അതല്ലാതെ ബാഗൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു ടൈപ്പ് യാണ്. ഇതെല്ലാം അവരുടെ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. കോട്ടൺ യാൺസ് ഉണ്ട്, അക്രിലിക് യാൺസ് ഉണ്ട്, മൾട്ടി കളർ യാൺസ് ഉണ്ട്, എല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കി സെലക്ട് ചെയ്താൽ മതി. അപ്പൊ അതില് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ടെണ്ണാണ് ഇപ്പൊ പറഞ്ഞത്, ഡിസയറും ഒലിവിയും. ഇതില് പ്ലെയിൻ കളേഴ്സ് ആണ് കൂടുതലും വരുന്നത്. ഇപ്പൊ ഹാറ്റോ ഷോളോ ഇതിനൊന്നും യാതൊരു ഇത് ഷേപ്പ്ലെസ് ആവുകയൊന്നുമില്ല. നമുക്കത് കറക്റ്റ് ഷേപ്പിൽ തന്നെ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബാഗിന് മാത്രമാണ് നമുക്കൊരു പ്രശ്നം വരും. കാരണം അതിപ്പോ ടീഷർട്ട് യാണിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാഗിന് ആ ഷേപ്പിന് യാതൊരു വ്യത്യാസം വരില്ല. അല്ലാതെ ഏതിപ്പോ കോട്ടണിൽ ചെയ്യുകയാണെങ്കിലും ശരി, അക്രിലിക് യാണിൽ ബാഗ് ചെയ്തെടുക്കുകയാണെങ്കിലും ശരി, അതിന്റെ ഷേപ്പ് എന്തെങ്കിലും അതിൽ വെയിറ്റ് ഉള്ള സാധനങ്ങൾ വെച്ച്, ഈവൻ ബുക്സ് വെക്കുകയാണെങ്കിൽ പോലും അതൊന്ന് ഇങ്ങനെ ഞാലി തൂങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന് ഉള്ളില് ഒരു ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ പിന്നെ അങ്ങനത്തെ പ്രശ്നം വരില്ല. അതുകൊണ്ടും ഈ അക്രിലിക് യാണിനെ ഇതിന് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. എനിക്ക് അത്ര എനിക്ക് പറഞ്ഞു അറിയുള്ളൂ. പിന്നെയൊക്കെ നമ്മൾ ഓരോന്നും വാങ്ങിയിട്ട് നോക്കുക, ചെയ്ത് നോക്കുക, ഏതാണ് നമുക്ക് കൂടുതൽ നല്ലതെന്ന് തോന്നിയിട്ട് അങ്ങനെ ചെയ്യാം. എനിക്ക് പിന്നെയും ഞാൻ പറയുന്നു, അക്രിലിക് യാൺസ് ആയിരിക്കും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഒന്ന് അഴുക്കായി നന്നായി ഉരയ്ക്കുക മീൻസ് ഇപ്പോൾ ഷാമ്പു വാഷൊക്കെ ചെയ്യുമ്പോഴും നന്നായി ഇങ്ങനെ റബ്ബ് ചെയ്താലൊന്നും യാതൊരു കേടും അതിന് പറ്റില്ല. അതിന്റെ ഈ ഇത്ര 4 പ്ലൈ അല്ലെങ്കിൽ 3 പ്ലൈ എന്ന് പറയുന്ന ഇതൊന്നും ഇളകി എന്താ ഇപ്പൊ അതിന് പറയാ, ഈ പിരി അഴിഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിന് വരില്ല. കോട്ടൺ യാൺസ് ഒക്കെ അത്ര അങ്ങനെ ആവുമെന്ന് എനിക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. നമ്മള് കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. അതങ്ങനെ വരുന്നുണ്ടാവില്ല, കേടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നത്. അപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അക്രിലിക് യാൺസ് ആണ്. അപ്പൊ ഈ അക്രിലിക് യാൺസ് കിട്ടുന്ന സൈറ്റാണ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ. ഇതാണെങ്കിൽ ഇത് ആമസോൺ എന്നാണ് വാങ്ങിയെന്ന് പറഞ്ഞില്ല, ഡിസയർ ഒലിവിയ ആമസോൺ എന്നാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതേപോലെ തന്നെ വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള യാൺസും 3 പ്ലൈ അങ്ങനെ വരുന്ന യാൺസും ഒക്കെ മാജിക് നീഡിൽസ് എന്ന് പറഞ്ഞ സൈറ്റിലുണ്ട്. അപ്പൊ അത് നോക്കുക. പിന്നെ ഇതൊക്കെ ഞാൻ വേറെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഇത്ര യാൺസ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ എത്തിച്ചേരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ യാൺസിനെ പറ്റിയുള്ള ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെന്ന് വെച്ചാൽ നമ്മൾ എന്ത് സാധനം നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അതും ഹാൻഡ് മെയ്ഡ് അല്ലേ, അപ്പൊ നമുക്കത് കേട് വരാതിരിക്കണം, ഒരുപാട് കാലം ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ഉണ്ടാക്കുന്നു. വാങ്ങിക്കുന്ന ഒരാളാണെങ്കിലും അതെ, ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കും. അപ്പൊ അത് ഒരിക്കൽ വാങ്ങിച്ചത് കേട് വരില്ലേ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ലേ അവര് വാങ്ങിക്കുക. അവർക്കും അവരുടെ പൈസക്ക് മൂല്യമുള്ളതല്ലേ. അപ്പോ നല്ലത്. പിന്നെ കോട്ടൺ യാൺസിനൊക്കെ ഇതിനേക്കാളും വില കൂടുതലാണ്. അക്രിലിക് യാണാണ് പൊതുവെ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ വില കുറവ് വരുന്നത് അക്രിലിക് യാൺസ് തന്നെയാണ്. അപ്പോൾ വില കുറവാണെന്ന് കരുതി യാതൊരു കുഴപ്പമില്ല, ഒരുപാട് കാലം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത് കൊടുക്കുന്നവർക്കും വാങ്ങിക്കുന്നവർക്കും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മുടെ കൊടുത്ത സാധനം കേടുവരില്ല. കാരണം നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് കാലം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവർക്കും അത് അവർ വാങ്ങിച്ച് അവരുടെ കാശ് മുതലാക്കാൻ സാധിക്കും. അപ്പം അതൊക്കെയാണ് അക്രിലിക് യാൺസ് കൊണ്ടുള്ള ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ മോൾക്ക് ഞാൻ പണ്ടുണ്ടാക്കിയിട്ടുള്ള പോഞ്ച് എൻ്റെ പിക്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര കാലമായിട്ട് ഇത് യൂസ് ചെയ്യുന്നതാന്ന്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ.